കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യാത്തത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നതോ കേൾക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം 2 മിനിറ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത അവസ്ഥ. അതും പോട്ടെ, റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് മുമ്പ് കണ്ട റീൽ എന്താണെന്ന് പോലും ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതൊന്നും കേട്ട് പേടിക്കേണ്ട. ഇതൊക്കെ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനെ പഴയ രീതിയിലോട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് ടെക്നിക്ക് വന്നിട്ട് റീകോൾ പ്രാക്ടീസ്. ഇതൊരു സ്ട്രോങ് മെമ്മറി ബൂസ്റ്റർ മെത്തേഡാണ് കേട്ടോ. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരെണ്ണം കണ്ട് തീർത്ത് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് ഒന്ന് ചിന്തിക്കുക, ഞാനിപ്പോൾ എന്താണ് കണ്ടത് എന്ന് ഒന്ന് ഓർത്തെടുക്കാൻ നോക്കുക. മാക്സിമം ഇരുന്ന് ഓർക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഒരു 20% കിട്ടുള്ളൂ. അത് ഓർത്ത് വിഷമിക്കേണ്ട. നമ്മൾ ഈ ഒരു മെത്തേഡ് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ 100% മെമ്മറി നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കൺസ്യൂം ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ബ്രെയിനെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്, മറിച്ച് അത് പ്രോസസ്സ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനുമുള്ള ഒരു ടൈമാണ് നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ ബ്രെയിനെ പഠിപ്പിക്കുന്നത്. ഈ ഒരു കാര്യം റീലിൽ മാത്രമല്ല, നമ്മുടെ റിയൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ടല്ലേ. അതൊക്കെ നമ്മളൊന്ന് പോസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് റീകോൾ ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ മെമ്മറി നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നെക്സ്റ്റ് ടെക്നിക്ക് വന്നിട്ട് ഡീപ്പ് ഫോക്കസ് പ്രാക്ടീസ്. ഇതും നമ്മുടെ ഡീപ്പ് വർക്കും ഏകദേശം സെയിം ആണ്. സംഭവം ഇത്രയേ ഉള്ളൂ, ഒരു ഡിസ്ട്രാക്ഷനും കൂടാണ്ട് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഇരിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് സൈലൻസ് ആണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സൈലൻ്റ് ആയിട്ട് ഒരു ഡിസ്ട്രാക്ഷൻസും കൂടാണ്ട് 25 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും സമയം ടൈമർ സെറ്റ് ചെയ്തിട്ട് അതുവരെ ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് ഒരൊറ്റ കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുക. നെക്സ്റ്റ് ടെക്നിക്ക് വന്നിട്ട് ലേൺ സംതിങ് സ്ലൈറ്റ്ലി ഡിഫിക്കൾട്ട്. നമ്മുടെ ബ്രെയിൻ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് നേരവും ഒരേ കൈൻഡ് ഓഫ് റൊട്ടീൻ ചെയ്യുമ്പോൾ അതിങ്ങനെ ഓട്ടോ പൈലറ്റ് മോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഡിഫറൻസും ഇല്ല, സെയിം രീതി, സെയിം റൊട്ടീൻ. അതുകൊണ്ട് തന്നെ ബ്രെയിന് പുതിയതായിട്ട് ചെയ്യാനൊന്നുമില്ല, ബ്രെയിൻ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ അവിടെ ഒന്നുമില്ല. അപ്പം നമ്മുടെ ലൈഫിൽ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് ബ്രെയിന് ഗ്രോത്ത് ഉണ്ടാകുന്നത്. നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പുതിയൊരു ലാംഗ്വേജ് പഠിക്കുക, പുതിയൊരു ഹോബി, ഒരു സ്കില്ല് പഠിക്കുക, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ കാണുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ സുഡോക്ക്, പസിൽസ്, ചെസ് ഇങ്ങനത്തെ ഗെയിംസ് ആണെങ്കിലും നമ്മുടെ ബ്രെയിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി പിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബ്രെയിനെ ചലഞ്ച് ചെയ്യിപ്പിക്കാൻ നോക്കണം കേട്ടോ. നെക്സ്റ്റ് ടെക്നിക്ക് വന്നിട്ട് വിഷ്വലൈസേഷൻ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ അംബീഷൻസ്, നമ്മൾ എന്താവണം, ഇതൊക്കെ നമുക്കിരുന്ന് ചുമ്മാ വിഷ്വലൈസ് ചെയ്യുക. എന്ന് വെച്ചാൽ കുറച്ച് ഡെലൂഷണൽ ആവുക. ഇതിപ്പോൾ നമുക്ക് റിയാലിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആപ്പിൾ എടുക്കുക. ആ ആപ്പിൾ ഒരു വലിയൊരു ആപ്പിൾ, നമ്മളതിങ്ങനെ ഇമാജിൻ ചെയ്യാണ് ആ വലിയ ആപ്പിൾ അന്തരീക്ഷത്തിൽ പൊട്ടിത്തെറിക്കുന്നു. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് പൊട്ടത്തരായിട്ട് തോന്നും, പക്ഷേ ബ്രെയിൻ്റെ എല്ലാ ഏരിയാസിനെയും ഒരേ സമയം എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സാധാരണ ഒരു വേർഡ്സിനേക്കാളും നമ്മൾ സംസാരത്തിലൂടെയുള്ള കാര്യത്തിനേക്കാളും ഇമേജസ് ആണ് കുറച്ചും കൂടെ ബ്രെയിന് എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യാറ്. കുറച്ചും കൂടെ ബ്രെയിൻ സ്റ്റോർ ചെയ്യുന്നതും ഇമേജസ് ആണ്, വിഷ്വൽസ് ആണ്. അപ്പോൾ ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസിനെ അല്ലെങ്കിൽ ബോറിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ നമ്മളിങ്ങനെ ഫാൻറ്റസൈസ് ചെയ്ത് ഡെലിവിഷണലായിട്ട് ഭയങ്കര ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ എൻഗേജ് ആവുന്നത് അങ്ങനെയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് വന്നിട്ട് നോൺ നെഗോഷ്യബിൾസ്. മൂവ്മെൻറ്റും സ്ലീപ്പും ഡോപ്പമിൻ കൺട്രോളും, ഈ 3 കാര്യങ്ങൾ നോൺ നെഗോഷ്യബിൾസ് ആണ്. ബാക്കി ഏതൊക്കെ ടെക്നിക്സ് നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും ഈ 3 കാര്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. 7 to 8 മണിക്കൂർ സ്ലീപ്പ് അത് മസ്റ്റാണ് കേട്ടോ. നമ്മുടെ ബ്രെയിൻ ഒന്ന് റീസെറ്റ് ചെയ്യാനും റീചാർജ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ഉറക്കമില്ലാതെ നടക്കുമ്പോഴാണ് പിറ്റേ ദിവസം എണീക്കുമ്പോൾ പല കാര്യങ്ങളും മറന്നു പോകുന്നത്. നിങ്ങൾക്ക് ഉറക്കമില്ലാത്തവർക്ക് മനസ്സിലാവും, അവർക്കാണ് ഏറ്റവും കൂടുതൽ മെമ്മറി ഇഷ്യൂസ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് മൂവ്മെൻറ്റ്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ നടക്കുമ്പോഴാണ് നമ്മുടെ മസിൽസിൽ കൂടെ നമ്മുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ആവുന്നത്. നമ്മളപ്പോൾ നടക്കാതിരിക്കും തോറും നമ്മുടെ ബ്രെയിൻ അവിടെ മന്ദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എക്സസൈസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഡോപ്പമിൻ കൺട്രോൾ. നമ്മൾ ഏത് നേരം ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ എക്സ്ട്രാ പ്രഷറാണ് നമ്മുടെ ബ്രെയിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ചെറിയ രീതിയിലൊരു ബ്രേക്ക് എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കുന്നതിന് മുമ്പും ഫോൺ യൂസേജ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അതല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല. ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ടെക്നിക്കും ഒരേ സമയം നിങ്ങൾ ഒരുമിച്ച് തുടങ്ങേണ്ട ആവശ്യമില്ല. ഇതിലേതെങ്കിലും ഒരു ടെക്നിക്ക് നിങ്ങൾ പിക്ക് ചെയ്തിട്ട് നാളെ തന്നെ തുടങ്ങാം കേട്ടോ. ആ പിക്ക് ചെയ്ത ടെക്നിക്ക് ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്ക്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.